അതെ, എല്ലാവരും എന്നാ പറയണു? ഞാൻ ഡ്യൂട്ടിക്ക് പോവാണേ. ആരെങ്കിലും വരുന്ന കൂടെ? ഇന്നെന്നെ നടന്നു പോണേന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട് കേട്ടോ. തോടിൻ്റെ പാലമാണേ. അവിടെ പണി നടക്കുക. അപ്പം അതുകൊണ്ട് ഈ സമ്മർ വന്നു കഴിയുമ്പോഴാണ് കേട്ടോ ഇവിടുത്തെ സാധാരണ പണികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിൻ്റെ കാലമാണ്. ഇനിയിപ്പോൾ ഒരു ഓഗസ്റ്റ് ആവാതെ ആ വഴി പോക്ക് നടക്കത്തില്ല. വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് വേറെ കുറേ സ്ഥലങ്ങൾ ചുറ്റിട്ട് വേണം അവിടെ എത്താനായിട്ട്. ആ സമയം ഉണ്ടെങ്കിൽ എനിക്ക് നടക്കാം. 10 മിനിറ്റ് നടന്നാൽ മതി. കാഴ്ചയൊക്കെ കണ്ട് അത്യാവശ്യം ഫോണൊക്കെ വിളിച്ച് പയ്യെ അങ്ങ് പോകാമല്ലോ. നടക്കണത് വളരെ കാലം കൂടിയാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ തണുപ്പ് കാരണം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചൂടങ്ങ് കൂടിക്കഴിയുമ്പോഴത്തേക്കും ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഈ വെയിലത്ത് നടക്കണത് അതും പറ്റത്തില്ല. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് ഈ നടന്നു പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം വലിയ കുഴപ്പമില്ല, കാരണം ചൂടുകാലം അങ്ങ് ആയി വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ നടക്കാം. ഇനി കുറച്ചുകൂടെ ചൂട് കൂടി വന്നു കഴിയുമ്പോൾ എന്നാ ചെയ്യണേന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇനിയിപ്പം വേറെ ഒരു രക്ഷയില്ലെങ്കിൽ വണ്ടി എടുക്കുക, റോഡ് കറങ്ങി ചുറ്റി നമുക്ക് അവിടെ ചെന്ന് കയറാം. അത്രേ ഉള്ളൂ. എന്നായാലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ പുറത്തുനിന്ന് ഇറങ്ങി കേട്ടോ. കുറ്റീസിനുള്ളപ്പോഴാണ് ഇതൊക്കെ നടക്കത്തുള്ളൂ. ഞങ്ങൾ മായ്ക്കിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അവരെ അവിടെ ഒരു ഓപ്പൺ ഏരിയയിൽ കളിക്കാനും വിട്ടു. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. സ്കൂളൊക്കെ അടയ്ക്കാൻ പോവല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഹോംവർക്കൊന്നുമില്ല. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇതിവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. സമ്മർ ആയിക്കഴിഞ്ഞാൽ റോഡ് സൈഡുകൾ മുഴുവൻ ഇങ്ങനെ പല സൈസിലും കളറിലും ഉള്ള റോസുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുമായിരിക്കും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പം ഓർക്കും. എവിടെ പോയാലും ഏതെങ്കിലും ഒരു ചെടിയുടെ കമ്പ് കൊണ്ടായിരിക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തുക. എനിക്കും ചേച്ചിക്കും ഒക്കെ പൂന്തോട്ടം സെപ്പറേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ മമ്മിയുടെയും പണി ഇത് തന്നെയാണ്. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.